ചെറിയൊരു കട്ടറി ഇറങ്ങിയാൽ തന്നെ നല്ല മൊത്തത്തിൽ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള നടന്മാർ മൊത്തം വണ്ടിന്റെ മേലുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. കുറഞ്ഞ എടുത്തപ്പോഴത്തേക്ക് അതിന്റെ എക്സ്ട്രീം ആവണോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പിന്നെ ഓരോന്ന് 85 തൊട്ട് മോട്ടോർ 1985 അന്ന് മുതലേ പ്രസ്ഥാനത്തിന്റെ എല്ലാം പേര് മൂൺലൈറ്റ് എന്നാണ്. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റോഡിലെ രാജാക്കന്മാരുള്ള സീരീസിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിതാ മൂൺലൈറ്റിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത്. ആ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത്, നമ്മുടെ റേഞ്ചർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂൺലൈറ്റിൻ്റെ തന്നെ അടുത്ത വണ്ടിയായിട്ടുള്ള വൈൽഡ് ബോയ് അല്ലടാ കുട്ടാ. പിന്നെ അതിൻ്റെ മുന്നേ അപ്പോൾ നമ്മൾ ഇവരെ കണ്ടുപിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ മൂൺലൈറ്റിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവരെ കണ്ടത്. യാദൃശ്ചികമായിട്ട് സത്യം പറഞ്ഞാൽ ഇവര് ഒരുപാട് ഫോട്ടോ എടുത്താണ് അത്രയും ദൂരത്തുനിന്നത്. കോഴിക്കോട് ബൈക്കിന് ഇവിടം വരെ വന്ന് താമസിച്ചിട്ടാണ് ഇവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണേ. തീർച്ചയായിട്ടും എല്ലാവരും ഇവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാര്യം ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഓരോ വണ്ടികളുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഓരോ വണ്ടികളുടെ അടുത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി വീഡിയോസ് തന്നെ ഇവർ നിങ്ങളിലോട്ട് എത്തിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇത് പാഷനാക്കി എടുത്തേക്കെന്നാണല്ലോ. തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം. താങ്ക് യു. പിന്നെ വേറെ കാര്യം പറയാനുള്ള, ഇത്രയും കാലം യൂട്യൂബിൽ മാത്രം കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് ഇത് തുടങ്ങുന്നതിന് മുമ്പ് മൂൺലൈറ്റ് വഴി പുള്ളിയേയും കൂടി കാണാൻ പറ്റില്ലടാ. സന്തോഷം. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളും അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. ഞാനിവിടെ നിന്ന് തിരക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. ഇവരുടെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സെയിം അങ്ങോട്ടും. ഓക്കെ മറ്റു താങ്ക്സ് മച്ചാനെ. മച്ചന്മാരെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട ഇൻട്രോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ റേഞ്ചറിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവം കുറച്ച് ഇരുട്ടായത് കാരണം നമ്മൾ ബാക്കി ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. സോ നിങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? അതെ, നമ്മളിന്ന് ഇമ്മോർട്ടൽസിൻ്റെ വൈൽഡ് ബോയ് അല്ലെങ്കിൽ സെഡ് ക്രൂയിസർ എന്നറിയപ്പെടുന്ന ഈ കുതിരയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഉള്ളതും ഇന്നുള്ളതുമായിട്ടുള്ള ക്രൂവിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് സഞ്ജു ബ്രോ മാറ്റി നമ്മുടെ ഈ ബസ്സായിട്ടുള്ള ബന്ധം ഇതിന്റെ അതിന്റെ ഞാൻ അതിലായിരുന്നു, ഇപ്പൊ ഇതിലാണ്. അല്ല, ഇതിലായിരുന്നു, ഇപ്പൊ അതിലാണ്. പിന്നെ അടുത്തത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. നമ്മളിവിടെ എത്താൻ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇത് അരവിന്ദ്. നമ്മളെ ഇമ്മോർട്ടൽസ് ഓഫ് കേരള എന്ന് പറഞ്ഞ പേജിന്റെ ഓണറാണ്. അടുത്തതായില്ല നമ്മളെ അരവിലേട്ടനും രണ്ടാം പാപ്പാനാണ്. അല്ല, ഞാൻ ടിപ്പറിൽ സ്റ്റെപ്പായിട്ട് ഓടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ പോവുകയും ചെയ്യും. വൈൽഡ് ബോയ് എഡിഷൻ നെയിം എങ്ങനെ എത്തിപ്പെട്ടു? എഡിഷൻ നെയിമൊക്കെ ഫിറോസ് ഖാൻ്റെ ഐഡിയ. മറ്റേ പിന്നെ ഇമ്മോർട്ടൽസ് ഇറക്കിയപ്പോൾ 2 വണ്ടി ഇറക്കിയപ്പോൾ വന്നാണ് ഈ സെഡ് ക്രൂയിസർ, സെഡ് വാമ്പയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ വൈൽഡ് ബോയ് എന്നുള്ള പേരൊക്കെ നമ്മുടെ ഫിറോസ് ഖാൻ്റെ, അതായത് വണ്ടിയുടെ ഓണറുടെ ഒരു ആശയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ മൊത്തത്തിലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. മൊത്തത്തിലൊരു ബ്ലൂ ഡിസൈനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ബ്ലൂ ഡിസൈനാണ്. നല്ല അടിപൊളി ഒരു ഡിസൈനാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടി വരുന്നത് സെഡോൺ ബോഡിയാണ് കേട്ടോ. പ്രകാശിന് ചെയ്തിറക്കിയിട്ടുള്ള സെഡോൺ ബോഡിയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ സ്ഥിരം ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ കണ്ടുവരുന്ന പോലെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വേറെ സെപ്പറേറ്റ് വൈറ്റ് ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ആ ഒരു മൂൺ ലൈറ്റ് എഴുതിയ ഒരു ഫോണ്ട് കണ്ടോ, അതന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ റേഞ്ചറിൽ കണ്ടത് ഒരു റെഡ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇതിലാണെങ്കിൽ, ഇത് ഫസ്റ്റ് എമ്മൊക്കെ ഒരു ബ്ലൂവിൽ കൊടുത്തിട്ട് ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈനോട് ചേരുന്ന രീതിയിലാണ്. പിന്നെ വണ്ടിയുടെ ഒരു എഡിഷൻ നെയിം വൈൽഡ് ബോയ്. പിന്നെ എഡിഷൻ നെയിമിന് പുറമെ ഇവന് വേറെ വിളിപ്പേരും കൂടിയുണ്ട്, സെഡ് ക്രൂയിസർ. അതും ഇവിടെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദ ഇമ്മോർട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈൽഡ് ബോയിനെയും പിന്നെ അതേമാതിരി റേഞ്ചറിനെയും കൂടെ ചേർത്ത് അറിയപ്പെടുന്ന പേരാണ് ഇമ്മോർട്ടൽസ്. രണ്ടും ഒരു ഇരട്ട കുട്ടികളാണ് അല്ലേ മച്ചന്മാരെ? പിന്നെ അതവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിന് പുറമെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റ് കാര്യങ്ങൾ, ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമൊക്കെ നിയോൺ സ്ട്രിപ്പ് ലൈറ്റ് ഈ ഒരു വണ്ടിയുടെ ഡിസൈന് ചേരുന്ന രീതിയിൽ ബ്ലൂ കളറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടല്ലേ,
ഈ ഒരു ക്രാഷ് ഗാർഡുമേ ഒരു വൈറ്റ് LED കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നൈറ്റ് കാണുമ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. സോ ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയാം. നമുക്കിനി വണ്ടിയുടെ സൈഡിൽ പോയിട്ട് സൈഡിലെ ലുക്കും കാര്യങ്ങളും നോക്കാം. മൊത്തത്തിലൊരു ബ്ലൂ ഡിസൈനാണ് കേട്ടോ, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ബ്ലൂ ഡിസൈനിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷ്ണു ബ്രോ, ആരാണ് ഈ ഒരു ഡിസൈൻ ചെയ്തതൊക്കെ? നമ്മളെ റൊസാരിയോ എന്ന് പറഞ്ഞ കണ്ണൂരുള്ള അവരാണ് ഡിസൈൻ. അവർക്കും ബസ്സൊക്കെ ഉണ്ടല്ലോ. അവരല്ലേ 3D ഡിസൈൻ ഫസ്റ്റ് കൊണ്ടുവന്ന കോൺസെപ്റ്റ് പോലത്തെ. ശരി, റേഞ്ചറും ഇതുകൂടെ ഏകദേശം ഒരുമിച്ച് ഒരു 2 വണ്ടി അവരെ. ഇത് വരച്ചത് ബദിരി. ബദ്രിയേട്ടൻ, പുള്ളിയുടെ ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബദ്രിയേട്ടൻ, പുള്ളിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ബ്ലൂവിൻ്റെ പുറമെ ഒരു ഗ്രേ കളർ ബ്ലാക്കും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വണ്ടിയുടെ ഒരു ബാക്ക് വ്യൂ നോക്കാം. ഇതാണ് വണ്ടിയുടെ ഒരു ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ആ സൈഡിൽ കണ്ട അതേപോലെ തന്നെ ആ ഒരു ബ്ലൂ ബ്ലാക്ക് ഗ്രേ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഈ ഒരു സൈഡ്, പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് കണ്ടതാണ്, അതുപോലെ തന്നെ ഉള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതാ പ്രകാശിന് തന്നെ ചെയ്ത് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ടൈപ്പ് വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ മാറ്റ് കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫ്രണ്ടിലത്തെ ഒരു ടയറിൻ്റെ മാറ്റാണെങ്കിലും ബാക്കിലാണെങ്കിലും ഒക്കെ ഒരു ഓറഞ്ച് കളറിൽ നല്ലൊരു എടുപ്പുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടീൻ്റെ ചുറ്റുമുള്ള ലൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീല കളറാണ്. നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിമല നമുക്കിനി ഇൻറ്റീരിയർക്ക് കിടന്നാലോ? വലത്തുകാല് വിട്ടൊരു കളിയില്ല. നമ്മുടെ സഞ്ജു ബ്രോ അതാ ക്യാബിൽ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സെറ്റ് ആയിട്ടിരിക്കുന്നത്. ആൾ കാണുന്ന മാതിരി നല്ല തല കിട്ടില്ല ഡ്രൈവറൊക്കെയാണ്. സോ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലൊരു ക്യാബിൻ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ തന്നെ നോട്ട് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ റേഞ്ചർ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടൈപ്പിലാണ് ആ സ്പീക്കർ അല്ലേ, സെയിം രീതിയിൽ തന്നെയാണ് സ്പീക്കർ റേഞ്ചറിൽ നമ്മൾ കണ്ടത്. നല്ലൊരു രസം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, സ്പീക്കർ സെറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ ഡ്രീം ക്യാച്ചർ ഒക്കെ ഉണ്ട്. ഡ്രീം ക്യാച്ചറിൽ മൂൺ ലൈറ്റ് നല്ലൊരു അത് നമുക്കൊരു ഫാൻ ചെയ്ത് തന്നതാണ്. അത് ശരി, കൊള്ളാലെ പരിപാടി കണ്ടില്ല. അതിന് മൂൺ ലൈറ്റ് എന്നൊക്കെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഒരു ഓവറോൾ ലുക്ക്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാബിൻ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓറഞ്ച് ഡിസൈനിൽ കൊടുത്തിട്ടാണ്. അതിലൊരു വൈൽഡ് ബോയ് എന്നുള്ള വണ്ടിയുടെ ഒരു എഡിഷൻ ടൈം കാര്യങ്ങൾ. പിന്നെ വർക്ക് ചെയ്ത് സലാംസിന്റെ വർക്ക് അല്ലേ, ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സലാംസ് പവേർഡ് ബൈ സലാംസ്. അപ്പൊ ഇതാണ് ഒരു ഓവറോൾ ലുക്ക്. അപ്പൊ നിങ്ങളെ ക്യാബിനെ കുറിച്ച് എന്താണ് പറയാല്ലേ? ക്യാബിനെ കുറിച്ച് പറഞ്ഞാല് ഏഷ്യറാണ്, ഏഷ്യർ വണ്ടിയാണ്. നമ്മുടെ റേഞ്ചറിന്റെ പോലെ തന്നെ ആള് അപ്പുറത്തുണ്ട് കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാത്രാസുഖം നന്നായിട്ടുണ്ട്, നല്ല യാത്രാസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒലച്ചില് നല്ല നല്ല വരുമ്പോ നമുക്ക് ഓടി വരുമ്പോ കാണാനും നമ്മള് ഇരുന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു കട്ടറി ഇറങ്ങിയാൽ തന്നെ നല്ല അറിയാൻ പറ്റും. പിന്നെ കുലുക്കാണ് നമ്മുടെ മെയിൻ. നമ്മളെ ക്യാബിനുള്ള സെറ്റിംഗ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അത് റേഞ്ചറിലെ പോലെ തന്നെ സെറ്റ് ചെയ്തേക്കുക. ഫസ്റ്റ് തന്നെ നമ്മുടെ സലാംസിന്റെ ഒരു കൺട്രോൾ യൂണിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് DVD വെച്ചിട്ടില്ല, വെക്കാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് TVക്കകത്ത് തന്നെ ഡയറക്റ്റ് പെൻഡ്രൈവ് കുത്താം, അല്ലാതെ ഫോൺ കണക്ട് ചെയ്യാം, അങ്ങനെ കൊണ്ടുവരുന്നത്. ഇത് ഫ്രണ്ടിലേക്കുള്ള സ്റ്റീരിയോ, ഇത് ബാക്കിലേക്കുള്ളത്. പിന്നെ അതിന്റെ തന്നെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം ബാക്കിക്കും ഇൻവെർട്ടറിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇൻവെർട്ടറിന്റെ സ്വിച്ച് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇട്ട് കഴിയുമ്പോൾ സൗണ്ട് കേൾക്കും. ഇപ്പൊ കട്ട് ഓഫ് ആകേണ്ട സൗണ്ട് കേൾക്കാം. ഇത് ഇടുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കും. എന്നിട്ട് അതിന്റെ തൊട്ടുപുറക്കെ ഈ ഫസ്റ്റ് ഇത് ഓണാക്കുക, എന്നിട്ട് സ്പീക്കറും കാര്യങ്ങളും ഇടുക, എന്നിട്ടേ പാട്ടിടാവും. സ്പീക്കറും കാര്യങ്ങളും ഓണാക്കി വെച്ചോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന്. പിന്നെ ഇത് ബാക്കിലത്തെ സ്മോക്കറും അതെല്ലാം വരുന്ന സെക്ഷൻ. ഇത് ടിവിയുടെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ. ഇത് ലേസറും ബാക്കി സംഭവം. പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഓടിക്കൊണ്ടിരുന്നത് ഞാനല്ല, എന്റെ ആശാനാണ്. ഷിബിൻ എന്നാ പേര്. പുള്ളി ഇപ്പൊ ഹെവിയൊക്കെ എടുത്ത് കിളിയായിട്ട് വന്ന് ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തന്നെ പുള്ളിയുണ്ട്. അത്യാവശ്യം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ദിൽവാല് പുള്ളി കൊണ്ടുവിളയാടിയ അത് നമ്മുടെ മോൺസ്റ്റർ ഇരട്ടച്ചങ്ങനൊക്കെ
അപ്പോൾ പുള്ളി അന്നേ ക്ലീനറായിട്ട് വന്ന് ഇതായി ഡ്രൈവറായി. ഇപ്പം ലൈസൻസ് എടുത്ത് ഇപ്പോൾ ഒരു വണ്ടിയിൽ ഓടുകയാണ്. ലോക്ക്ഡൗൺ ഒക്കെ ഇതിൽ ഡ്രൈവർ ഇപ്പോൾ ആരാ? ഇതിലെ ഡ്രൈവർ ഇപ്പൊ നേരത്തെ ഓടിക്കൊണ്ടിരുന്നത് അൻസർക്കയാണ്. അൻസർക്ക ഉണ്ട്, പക്ഷെ അത് കണക്ക് ലോക്ക്ഡൌണും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് വേറെ ഒരു മേഖലയിലോട്ട് പോയി. ഇപ്പൊ ഉള്ളത് സന്തോഷ് ഏട്ടൻ എന്ന് പറയും. ആളുകൾ അറിയണമെങ്കിൽ വട്ടോളി എന്ന് പറയണം. വട്ടോളി എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിയാണ് ആ ശിവനണ്ണനാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവരുന്നത്. ആ പുള്ളി മൂലമാണ് ഞാൻ ഈ വണ്ടി കയറുന്നത്. അതുകൊണ്ട് പുള്ളിയെ ഞാൻ മറക്കത്തില്ല കേട്ടോ. ആശാനാണല്ലേ? ആശാനാണ്, ഉയരാണ്. എത്ര ആമ്പ് വർക്കാണ്? ഒരു മിനിറ്റ്, ഞാൻ നോട്ട് ചെയ്ത് വേറെ കാര്യമുണ്ട്. ഇതിൽ ഒരുപാട് സ്വിച്ച് ഒന്നും വലിച്ചു വാരി കൊടുത്തിട്ടില്ല. നമ്മുടെ റേഞ്ചറിലെ പോലെ തന്നെ വളരെ കുറച്ച് സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇതിൽ സ്പെയർ സ്വിച്ചുകളുണ്ട്. എന്തെങ്കിലും വെക്കുകയാണെങ്കിലോ അഡീഷണൽ വല്ലതും വെക്കുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെയർ സ്വിച്ച് വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ എത്ര ആമ്പ് വർക്കാണ് ഇതിൽ 5 ആമ്പ് ഉണ്ട്. 5 ആമ്പ് വർക്കാണ്. സബിന് പ്രത്യേകം, പിന്നെ എല്ലാ സൈഡ് സ്പീക്കേഴ്സ് കാര്യങ്ങൾ എല്ലാത്തിനും. ഇത് നമ്മുടെ റേഞ്ചറിൽ കണ്ട ഏകദേശം അതേമാതിരി രണ്ടും ഒരുമിച്ച് ഇറക്കിയതാണ്. കളറിൽ മാത്രം ചേഞ്ചസ് വരുന്നുള്ളൂ. ഇരട്ടക്കുട്ടികൾ ഏകദേശം ഒരുപോലെ ആവുമല്ലോ. പിന്നെ നമ്മള് സ്പീക്കേഴ്സ് ഒക്കെ എത്ര ക്യാബിനില് പയനിയേഴ്സിന്റെ ഈ 2 നമ്മൾ നേരത്തെ കണ്ട അതേ സ്പീക്കർ. സോ മച്ചാമാരെ, ഇത്രയാണ് നമ്മുടെ ക്യാബിനിലെ വിശേഷങ്ങൾ. നമ്മളിനി ഇന്റീരിയർക്ക് കിടക്കുകയാണ് അല്ലേ സഞ്ജു ബ്രോ? സോ ഇതാണ് നമ്മുടെ മൂൺലൈറ്റ് വൈൽഡ് ബോയുടെ ഇന്റീരിയർ. കണ്ടില്ലേ, വണ്ടിയുടെ ആ ഒരു ഡിസൈനോട് ചേർന്ന രീതിയിൽ തന്നെ ഉള്ളിൽ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നീല ആർച്ച് ലൈറ്റ് കണ്ടില്ലേ. പിന്നെ കയറി വരുമ്പോൾ തന്നെ ആ സൈഡിലൊക്കെ സ്പീക്കർ ഉണ്ട് പുറത്തിൽ. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു ലൈറ്റിന്റെ പേരെന്തായിരുന്നു ബ്രോ പറഞ്ഞത്? വിൻമില്ല. വിൻമില്ല്, വെറൈറ്റി പേരൊക്കെയാണല്ലോ ലൈറ്റ്. പിന്നെ ഇതാ ഇവിടെ ഒരു സെക്കൻഡ് TV ഉണ്ട്. മഷ്റൂം ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ ഒരു സ്പൈഡർ ഉണ്ട്, ബില്ലറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ അതാ DDയുടെ സബ്ബാണ് മച്ചാനെ, DDയുടെ സബ് ഉണ്ട്. പിന്നെ ഓവറോൾ എത്ര സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നേ? നമ്മള് ഈ പറഞ്ഞ കണക്ക് തന്നെ പൈനിയറിന്റെ ചാമ്പ്യൻ സീരീസ് 6 ഉണ്ട്. പിന്നെ ഫുൾ റേഞ്ചും കാര്യങ്ങളും. പിന്നെ DD 12 ഇഞ്ച് 7 ഇഞ്ച് ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഈ ഒരു സബിന്റെ താഴെയായിട്ട് ഒരു ബാർ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. ഇതല്ലേ നല്ല അടിപൊളി ഒരു ബാർ ലൈറ്റ്. ഇത് നമ്മൾ റേഞ്ചറിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ആ സെയിം സാധനമാണ് ഇത്. അല്ല സഞ്ജു ബ്രോ? സെയിം സാധനം. അത് രാത്രിയിൽ അതിന്റെ ആ ഒരു സ്മോക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു എഫക്ട് മനസ്സിലാവുന്നത് വേറെ ലെവലാണ്. സ്വഭാവം മാറിക്കളെ. പിന്നെ വേറെ കാര്യം പറയാനുള്ള, വണ്ടി AC വണ്ടിയാണ്. പുഷ് ബാക്ക് സീറ്റ്സ് ഒക്കെയാണ്. കംഫർട്ടബിലിറ്റിക്ക് അത്യാവശ്യം നല്ല പ്രാധാന്യം കൊടുക്കേണ്ട മുകളിലായിട്ട്. പിന്നെ AC ആണെങ്കിൽ പോലും സെപ്പറേറ്റ് ഫാൻസും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലേ, ഒരുപാട് ക്രോം ലൈറ്റ് ഉണ്ട് 2 സൈഡിലുമായിട്ട്. പിന്നെ നമുക്ക് ഇതിലെ ചാർജിങ് സ്ലോട്ട് സെപ്പറേറ്റ്, ഓരോ സീറ്റിനും സെപ്പറേറ്റ് ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് ഇഷ്ടംമാതിരി ലൈറ്റ് കണ്ടില്ലേ. ഇതും ഏകദേശം റേഞ്ചറിന്റെ ആ ഒരു അതേപോലെ തന്നെ മോഡലിൽ പണിഞ്ഞ് ഇറക്കിയതാ. ഇന്റീരിയറിൽ കുറച്ച് ലൈറ്റ്സിൽ മാത്രം കുറച്ച് മാറ്റം ഡിസൈനിലും മാറ്റേ ഉള്ളൂ. ബാക്കി എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് സെയിം. നേരത്തെ പറഞ്ഞ ഇരട്ടക്കുട്ടികളല്ലേ. പിന്നെ സ്മോക്കിന്റെ സംഭവം സെറ്റ് ചെയ്ത് എവിടെയാണ് കാണണോ? നമ്മുടെ ബാക്ക് സീറ്റിന്റെ താഴെയാണ് കേട്ടോ സ്മോക്കിന്റെ സാധനം. ഇതാണ് നമ്മുടെ സ്മോക്ക് വരുന്ന സാധനം എന്ന് പറയുന്നത്. ഇതിലെ സ്മോക്ക് വരും. പിന്നെ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ പുഷ് ബാക്കിന്റെ സംഭവം കേട്ടോ. ഇത് പ്രസ് ചെയ്തിട്ടാണ് പുഷ് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുവിധം എല്ലാവർക്കും അറിയുമായിരിക്കും, അറിയാത്തവർക്കും വേണ്ടി പറയാണ്. പിന്നെ അതാ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വഴി മാറണ്ട ഇവിടെ 55 ഇഞ്ചിൻ്റെ വലിയ ഒരു TV. ഇതും സ്ലൈഡിങ് TVയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ നമ്മുടെ വാട്ടർ, ചൂടുവെള്ളം, തണുത്ത വെള്ളം, നോർമൽ വാട്ടർ എല്ലാം ഉണ്ട്. നല്ല രാത്രി ഫുൾ പൊളിയായിരുന്നു, ഫുൾ പൊളി. അതിന്റെ വിഷ്വല് നമ്മളിത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് തരാം. നൈറ്റ് വിഷ്വൽ ആണ് കേട്ടോ. പാട്ടൊക്കെ നൈറ്റിലാണ് നമ്മൾ. ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടറിഞ്ഞു 2 വണ്ടികളും റിവ്യൂ ചെയ്യാനായിട്ട്. അതായത് നൈറ്റ് കിട്ടണം എന്ന് ഉറപ്പിച്ചു വന്നതായിരുന്നു ഞങ്ങള്. വാശിയോട് കൂടി അർമാദിക്കുന്നു സഞ്ജു ബ്രോ എല്ലാരും കൂടെ.
മച്ചന്മാരെ എങ്ങനെയുണ്ട് നമ്മുടെ വൈൽഡ് ബോയുടെ സെറ്റിങ്സ്? മാരകമല്ലേ? ഞങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു, ഇപ്പൊ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു. പൊള്ളി സാധനം. കുട്ടൻസ് എങ്ങനെയുണ്ട്? അടിപൊളി പറഞ്ഞ വേറെ ലെവല്. സെഡ് ക്രൂയിസർ പവറിഷ്. ഈ ഒരു ബാർ ലൈറ്റ് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. ഇത് ഫ്രണ്ട് വരെ അങ്ങ് അറ്റം വരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബാർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ലൈറ്റ് മഷ്റൂം ലൈറ്റ്, ഇത് ഒരു ടൈപ്പ് ലേസർ തന്നെയാണ്. ഒറ്റ ഒരു ഇതിൽ തന്നെ പല ലെയറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു പച്ച കളറിൽ ഒരുപാട് ലെയറായിട്ട് നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുണ്ട് സ്പൈഡർ ഇതിലും ലേസറാണ് കേട്ടോ. അടിപൊളിയാണ് മൊത്തത്തിൽ ഇൻറ്റീരിയർ. അപ്പോൾ നിങ്ങളെ നമ്മുടെ അടുത്ത ഘട്ടമായിട്ടുള്ള ഇന്റർവ്യൂ സെക്ഷനിലേക്ക് കടന്നാലോ? ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും പറയാം സഞ്ജു ബ്രോനെ കുറിച്ച് ഒരു മിനിറ്റ്. നമ്മൾ ഇക്കാൻ്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ നൈറ്റിൽ നമ്മൾ നൈറ്റ് വിഷ്വൽ എടുക്കാൻ വേണ്ടി ഇന്നലെ നിൽക്കാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ തന്നെ ഇക്കാൻ്റെ, അതായത് വണ്ടിയുടെ മൂൺലൈറ്റ് ഓണർ ഒരു ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ക്ലിപ്പിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് തരാം അല്ലടാ. അപ്പൊ ഇപ്പൊ നമുക്ക് സഞ്ജു ബ്രോന്റെ കുറച്ച് കാര്യങ്ങൾ വെക്കാം. ശരിക്കും ലൂസ് നട്ട്സ് ഇല്ലേ നമ്മളെ ഡബിൾ ബാരൽസിലെ ഫൈറ്റർ അവനായിട്ടുള്ള ബന്ധം. അതിലെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലെ കണക്ക് ആശാൻ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അങ്ങനെ അത് ഫസ്റ്റ് വന്നപ്പോൾ വൈറ്റ് കളറായിരുന്നു. അങ്ങനെ ഞാൻ കയറുന്ന ടൈമിലാണ് കളർ കോഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന ടൈം. ആ ടൈം തന്നെ. ആ ടൈമിലാണ് നമ്മുടെ മോജോ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി പെയിന്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് തന്നെയാണ് പെയിന്റ് ചെയ്തത്. അത് വേറെ ആരും അല്ല. ഞങ്ങൾ കുറച്ച് പേര് തന്നെ നിന്ന് ശരണ്യ എന്ന് പറഞ്ഞൊരു ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട്, നമ്മുടെ പ്രൈവറ്റേഴ്സൊക്കെ പണിയുന്നതാണ്. അവിടെ നമ്മൾ പെയിൻറ്റിങ് ബൂത്ത് എടുത്തിട്ട് 5 ദിവസത്തോളം നിന്ന് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയിൽ ഓടുന്ന ഷിബിൻ എന്ന് പറയുന്ന ആ പുള്ളി, പിന്നെ റേഞ്ചർ വരച്ച അനന്തനില്ലേ വരച്ച, അത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, ആ വരച്ച പുള്ളിയാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. എന്നിട്ട് ആ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ, ഈ പറയുന്ന ഷിബിനണ്ണൻ, ചുവന്ന വണ്ടിയുടെ കിളി ഉണ്ണി, ബൾബ് എന്നാ അറിയപ്പെടുന്നത്. പക്ഷേ ലൂസ് നട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ഇവരാണ് ആ വർക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടൊരു സംഭവം നല്ല എഫേർട്ട് എടുത്തായിരുന്നു. കാരണം അത് ഫസ്റ്റ് നമ്മളെ പുറത്തുള്ള സ്റ്റിക്കറുകളെല്ലാം കളഞ്ഞ്, എന്നിട്ട് അതെല്ലാം ഉരച്ച് ക്ലിയറെല്ലാം ഉരച്ച് കളഞ്ഞ് ഫുൾ പണി നമ്മൾ തന്നെ ചെയ്തത്. പെട്ടെന്ന് പണി സീസൺ ടൈം ആയിരുന്നു. വണ്ടി ഇറങ്ങി അന്ന് തന്നെ കൊണ്ടുപോയി ജസ്റ്റ് സ്റ്റിക്കർ ഇളക്കി പേരടിച്ച്, എന്ന് വെച്ചാൽ ആ സെയിം കളറിൽ ഇതേപോലെ റെഡ് കളറായിരുന്നു അടിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ അത് കൊണ്ടുപോയി വയലറ്റ് ആക്കി നേരെ ഓട്ടം പോവുക. നേരെ ചെന്ന് മാവേലിക്കര നാളെ എടുത്ത് പിള്ളേരെ എടുത്ത് പോവുക, ഓട്ടം പോവുക. അങ്ങനെ നിന്നതാ. ആ ടൈമിലാണ് കൊണ്ടുവന്ന് വരയ്ക്കുന്നത്. ഈ വണ്ടിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഈ വണ്ടിയായിട്ടുള്ള ബന്ധം ഞാൻ അതിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ വണ്ടിയിൽ ഫസ്റ്റ് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചാൾ ലീവ് എടുത്ത് നിന്നായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഇതിൽ ഓടിക്കൊണ്ടിരുന്ന ആശാന് കുറച്ച് ആവശ്യങ്ങളുണ്ടായി, അങ്ങനെ ഇറങ്ങിയിരിക്കണമായിരുന്നു. അങ്ങനെ പാലാ കോളേജിൽ നിന്ന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ തന്നെ ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനകത്ത് കയറി വൈൽഡ് ബോയ്ക്കകത്ത് കയറിയിട്ട് പുള്ളി അന്നേരം വേറൊരു ബസ്സിൽ കയറി അങ്ങ് പൊക്കോളാം. എന്നിട്ട് ഇത് അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല. വരിക ചിലപ്പോൾ വേറെ പമ്പിലൊക്കെ, ഇങ്ങോട്ടേക്കും വരില്ല, ചിലപ്പോൾ വല്ല പമ്പിലൊക്കെ ഇട്ട് വണ്ടി കഴുകി അടുത്ത കോളേജിൽ നിന്ന് തന്നെ ഓട്ടോ എടുത്ത് പോവുക ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ഓട്ടം പോകുന്നത് ഒരു പാലാ കോളേജിൽ നിന്നാണ്. അങ്ങനെ പിന്നെ 5-6 ഓട്ടം പോയി. പിന്നെ അങ്ങ് നമ്മൾ ഇങ്ങനെ ഇതിനകത്തോട്ടായി ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. പണി. അപ്പോൾ സഞ്ജു ബ്രോ താങ്ക് യു. അപ്പോൾ നമുക്കിനി നമ്മുടെ മോജോ പോയിന്റ് അടുത്തും പോയിട്ട് വരാം. നമ്മുടെ വിഷ്ണു ബ്രോയും ആരോമൽ നല്ല മച്ചാൻ്റെ പേര് മച്ചാനൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ മോജോ ബോയ് ഇത് അവിടെ ഉണ്ട്. പുള്ളീൻ്റെ കുറച്ച് കാര്യം കൂടി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ മോജോ ബോയിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോജോ ബോയ് ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ ബാറ്ററി ഒക്കെ ഇറങ്ങി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടമൊന്നും ഇല്ലാണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ വണ്ടിക്കാരും ഒരുപാട് വണ്ടികളുടെ അവസ്ഥ ഇതാണ്. സോ നമ്മുടെ മോജോ ബോയ്, മൂൺലൈറ്റിൻ്റെ മോജോ ബോയിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ്. ഇത് കണ്ടില്ലേ, ടോവിനോ തോമസും സൽമാൻ ഖാനും വിജയും ടൈഗർ ഷ്രോഫും നമ്മുടെ പ്രമുഖന്മാരായിട്ടുള്ള ഇന്ത്യൻ നടന്മാർ മൊത്തം ഈ ഒരു വണ്ടിയിലുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ ചെക്കൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും വരച്ച ഡിസൈനാണല്ലോ അല്ലേ? വരച്ചതല്ലേ? സിനിച്ചേട്ടൻ, സിനി രാജുല. ഓക്കെ. നല്ല അടിപൊളിയായിട്ടല്ലേ? നല്ല അടിപൊളി. എന്താ അതിന്റെ പെർഫെക്ഷൻ അല്ലേ വിഷ്ണുട്ടാ? ഡിസൈൻ ചെയ്തോക്കാരാ? താഹിർ. സോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഷാറുഖ് ഖാൻ ഒരു ടയറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഈ വണ്ടീൻ്റെ സ്റ്റെപ്പിന് തന്നെയാണ് ടയർ. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്. ഇനി അപ്പുറത്തൊരു ലുക്ക് നമുക്ക് നോക്കാം. ഇവിടെ വേറെ ലുക്കാട്ടോ. റോക്കി ബായ് ആശാന്ത് അവിടെ ഉണ്ട്, റോക്കി ബായ് ഉണ്ട്, സൂര്യ ഉണ്ട്, പിന്നെ അതാ നമ്മുടെ ജോൺ അബ്രഹാം ഉണ്ട്, ഋത്തിക് റോഷൻ ഉണ്ട്. ഞാൻ പറയില്ലേ, മൊത്തത്തിൽ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള നടന്മാർ മൊത്തം വണ്ടിൻ്റെ മേലുണ്ട്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂൺലൈറ്റ് ഹോളിഡേയ്സിന്റെ ആശാനായിട്ടുള്ള ഓണറായിട്ടുള്ള ഫിറോസ് കഥ ഇവിടെ ഉണ്ട്. പുള്ളിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് അല്ലടാ? അതെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, മൂൺലൈറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് കടന്നാലോ നമുക്ക്? അപ്പോൾ നമ്മൾ 2014 ഈ മൂൺലൈറ്റ് എന്ന സംരംഭത്തിലേക്ക് കിടക്കുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് എന്തായിരുന്നു പറഞ്ഞാൽ, അതായത് എൻ്റെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഓൾറെഡി ഒരു മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു എൻ്റേത്. അതായത് വാപ്പയുടെ ആ ടൈം മുതലേ റൂട്ട് ബസ്സും ടിപ്പർ സെഗ്മെൻറ്റ്, ലോറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, മോട്ടോർ സെഗ്മെൻറ്റ് അങ്ങനെയുള്ള ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ വാഹനത്തിനോടൊരു ക്രൈസ് ഉണ്ടായിരുന്നു എങ്കിലും ജനിച്ചപ്പോൾ മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതെ റിലേറ്റഡ് ആയിരുന്നു. അന്നേരം ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ എൻ്റെതായ ഒരു കാലത്ത് ഞാൻ ബിടെക് ആയിരുന്നു. ബിടെക് കഴിഞ്ഞു. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഇപ്പം നിലവിൽ. ഞാൻ എൻ്റെ ജീവിതം ഇതൊരു പാഷൻ, അതേ ഉള്ളൂ സൈഡ്. അങ്ങനെ ചെയ്ത് നിൽക്കുന്ന, പിന്നെ ഞാൻ 1-2 വർക്കുകൾ ചെയ്ത് നിന്ന സമയത്താണ് ഇതിനകത്തോട്ടുള്ളൊരു ആശയം തുടങ്ങി വെച്ചത്. അത് എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ ഇതിനകത്തുള്ള ആളുകൾ, അച്ചു ഹുസൈൻ എന്ന് പറയുന്ന അവർ രണ്ടുപേരൊക്കെ ആയിരുന്നു എനിക്ക് ഈ ആശയങ്ങൾ. ഞങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിലായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ആദ്യം ഒരു സെക്കൻഡ് വണ്ടിയാണ് എടുത്തത്, വൈറ്റ് പേൾ എന്ന് പറഞ്ഞു. പിന്നീട് അത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ അതിനെ കുറിച്ച് ഉണ്ട്, പക്ഷേ ഉണ്ട്. കോളേജ് ടൂറൊക്കെ പോയ ടൈമിലും ബസ് എന്താണെന്ന് അറിയാം, പക്ഷെ ഇതിനോടുള്ള ഒരു ക്രൈസ് തുടങ്ങിയത് എടുത്തതിന് ശേഷമാണ്. കാരണം ഉണ്ടായത് ഇവര് കോളേജ് ടൂർ പോയി അതിനകത്തൊരു ഡ്രൈവർ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്, സന്തോഷം എന്ന് പറഞ്ഞൊരു ആളുണ്ട്. പുള്ളി ഞാൻ എൻ്റെ ഫൈനൽ ഇയറിൽ പുള്ളിയാണ് ഗോവയിൽ കൊണ്ടുപോയത്. അത് 2010 അത് വേറെ വണ്ടിയായിരുന്നു. അങ്ങനെ വണ്ടിയോട് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും എവരും കൂടെ ഒന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്ക് അത് ഒരെണ്ണം എടുത്തപ്പോഴത്തേക്ക് അതിന്റെ എക്സ്ട്രീം ആവണോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പിന്നെ ഓരോന്ന് ചെയ്തത്. ഈ മൂൺലൈറ്റ് എന്നുള്ള പേര് അത് പണ്ട് മുതലേ, അതായത് 85 തൊട്ട് മോട്ടോർ 1985 അന്ന് മുതലേ പ്രസ്ഥാനത്തിന്റെ എല്ലാം പേര് മൂൺലൈറ്റ് എന്നാണ്. അതെ. ഇപ്പം പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അതിനെ കൊണ്ട് ലാസ്റ്റ് ഒരു 1-1.5-2 വർഷമായിട്ട് യാതൊരുവിധ പുതുമയും കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം. ഒരുപാട് ഇഷ്യൂസ്, അതും ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തില്ല. അടുത്തൊരു സെഗ്മെന്റിലോട്ട് ഒരു ചേഞ്ച് വന്നില്ലേ? ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിലും ഒരു കളർഫുൾ ആയിട്ട് ഇറങ്ങിയത് ആദ്യത്തെ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബാച്ച് വണ്ടിയിൽ ഈ 2 വണ്ടിയും ഉണ്ട്. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു കളർഫുള്ള് ആ ഒരു ലെവലിലോട്ട് വണ്ടിയുടെ പെയിന്റിങ്ങിലോട്ട് വന്നത്. ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനകത്ത് അങ്ങേയറ്റം മാക്സിമം ചെയ്യിപ്പിക്കാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. അത് ഈ സിരിച്ചേട്ടനെ കൊണ്ട് തന്നെ എൻ്റെ 6-7 വണ്ടിയിൽ ഫിഗർ വെച്ച് ചെയ്യിപ്പിച്ചു. അത് എനിക്ക് തോന്നുന്നു അത്രയും വണ്ടി ഫിഗർ വെച്ച് ചെയ്യിപ്പിച്ച വണ്ടികൾ വേറെ ഇല്ല സിരിച്ചേട്ടനെ വെച്ച്. അതൊക്കെ എക്സ്ട്രീം ആവാനായിട്ട് ശ്രമിച്ചതാണ്. കാര്യം ഏറ്റവും മുകളിലെത്തുക എന്നുള്ളത്. പിന്നെ എക്സ്ട്രീം തന്നെ ആവുകയും ചെയ്തു. കേരളക്കാരെ മൊത്തം അത് അറിയപ്പെടുകയും ചെയ്തു. ഗ്രാഫിക്സിൽ പിന്നെ സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന സലാം, എല്ലാ വണ്ടികൾക്കും സലാംസ് തന്നെയാണ്. ഇതുവരെ ഉള്ള എല്ലാം ചെയ്തത് സലാം. കാര്യം എന്റെ നിയർ ബൈ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ തുടങ്ങിയപ്പം പുള്ളി ചെയ്തു. പിന്നീട് അവിടുന്ന് വിട്ടുമാറാനായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് സർവീസ് ഒക്കെ അടിപൊളിയാണ്. അതെ, ചെയ്തപ്പോൾ അടുത്തല്ലേ പുള്ളി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ തന്നെ ഇന്ന് തന്നെ വന്ന് കറക്റ്റ് കാര്യങ്ങളൊക്കെ വിളിച്ചാൽ അന്നേരം വന്ന് ചെയ്തു തരും. നമ്മളങ്ങനെ ഈ എഡിഷൻ നെയിംസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്, എഡിഷൻ നെയിംസ് ഇതൊക്കെ ഒരുപാട് ഉറക്കങ്ങൾ ഒഴിഞ്ഞ് കണ്ടുപിടിക്കുന്നു. നമ്മള് അത് ഓരോന്ന് എടുക്കും, പിന്നെ ഇവരോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇരട്ടച്ചങ്കനെ കുറിച്ച് ബാക്കി പറഞ്ഞു. ഇരട്ടച്ചങ്കൻ എന്ന് പറയുമ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്, അതായത് നമ്മൾ ഫീൽഡ് നിന്ന് കുറച്ച് ബാക്കായിട്ട് നിൽക്കാൻ തോന്നിയ സമയത്ത് വണ്ടികളെല്ലാം ഒന്ന് കൊടുത്തായിരുന്നു. അങ്ങനെ തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് മാറി നിൽക്കാന്നൊരു തോന്നിയായിരുന്നു. ആ ടൈമിൽ ഞാൻ ആ ഒരു വണ്ടി ഒഴിച്ച് ബാക്കി എല്ലാം കൊടുത്തായിരുന്നു. ആ ടൈമിൽ എൻ്റെ 5-6 വണ്ടി ഉണ്ടായിരുന്നു. ആ ഒരു വണ്ടി മാത്രമേ ഏറ്റവും കൂടുതൽ കാലഘട്ടം നിങ്ങളുടെ കയ്യിലുണ്ടായത് വണ്ടി. അതെ ഒരു BV വണ്ടി. കാരണം അന്ന് Z1 തരംഗ ഉണ്ടായപ്പോൾ പിടിച്ചു നിന്ന വണ്ടി. അതെ, Z1 ഇങ്ങനെ കയറി വന്നോണ്ടിരുന്ന ടൈമായിരുന്നു. പക്ഷേ വിട്ടുകൊടുത്തില്ല. ആ വണ്ടി വെച്ചിട്ട് ഒരുപാട് ഓടി. ആ വണ്ടി പോകാത്ത സൗത്ത് കേരളയിൽ സ്ഥലങ്ങൾ കുറവാണ്. ഒരുവിധം മിക്ക കോളേജുകളിലും പോയിട്ടുണ്ട് ആ വണ്ടി. നിങ്ങൾ എവിടെയും വന്നിട്ടുണ്ട്, അതായത് അങ്ങ് നോർത്തിലോട്ടും വന്നിട്ടുണ്ട്. കോഴിക്കോട് ഏരിയ വന്നിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പൊ റീസെന്റ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എവിടെ വന്ന് ഓടി. പിന്നെ ഞാൻ കേട്ടു വക്കം പ്രിയദർശിനി ക്ലബ്ബിൽ 5 കൊല്ലം അടുപ്പിച്ച്. അവര് ആ ഫസ്റ്റ് നമ്മളെ ക്രൂയിസർ എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടി ഉള്ളായിരുന്നു. ആ ടൈമിലാണ് അവർ ആദ്യം നമ്മളോട് വരുന്നത്. പിന്നെ ഓരോ വർഷവും വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 60 വർഷം പുതിയതായിട്ട് വരുന്ന വണ്ടികൾ
അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അവർ അതായത് നമ്മളെ ടീമിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ അങ്ങനെ അവർ തുടർച്ചയായിട്ട് 5 വർഷമായി. 5 വർഷം വണ്ടികൾ മാറി മാറി വന്നപ്പോൾ അവർ പുതിയ വണ്ടികൾ വെച്ചിട്ട് അവർ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ഓടുന്ന വേറെ വല്ല ടീമുണ്ടോ? അങ്ങനെ കുറേ ഉണ്ട്, സ്ഥിരം വിളിക്കുന്ന കുറേ ഉണ്ട്. അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇവരാണ് മെയിനായിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ സംരംഭം തുടങ്ങിയിട്ട് ഒരിക്കലും മറക്കാനാവാത്ത പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ. കാര്യം കേരളത്തിലെ ഇപ്പം നേരത്തെ ഈ വണ്ടി ടൂറിസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം എടുക്കുന്നതിന് മുമ്പ് കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങിയ ഒരു പേരായിരുന്നു മൂൺലൈറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം കേരളം മൊത്തം അറിയപ്പെടുന്നത് ഈ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് എടുത്തതിന് ശേഷവും നിങ്ങളിപ്പോൾ ഇവിടെ വരാനൊരു കാരണം അതാണ്. എടുത്തു പറയാൻ പറ്റിയൊരു കാരണം അതാണ്. ഇത് കണക്ക് ഒരുപാട് ആളുകൾ നമ്മളെ ഇത് കണക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇന്ന ഓണറാണെന്ന് പറയുമ്പോഴാണ് അതാണ് നമുക്ക് കിട്ടിയ സ്റ്റാഫുകളാണെങ്കിലും ഒരുപാട്. അതെ അവരെ ഞാൻ അങ്ങനെയാണ് അവരോട് ട്രീറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ നിന്നാണല്ലോ, ഞങ്ങൾക്ക് മനസ്സിലായി അതിന്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ നല്ല ഫ്രീഡമാണ്. അവരെ കാര്യം അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ മാക്സിമം ഇവിടെ സ്പേസ് ഉണ്ട്, അത്ര തന്നെ. ആ ഒരു കാര്യം എനിക്കൊന്ന് എടുത്തു പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ച സമയത്ത് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് ഇവരുടെ റൂമിൽ സ്റ്റേ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അത് നമ്മുടെ വിഷ്ണുവേട്ടനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത്. വിഷ്ണുവേട്ടൻ നേരത്തെ നമ്മൾ ആൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് ഡബിൾ ബാരൽസ് വന്നു, ഇമ്മോർട്ടൽസ് വന്നു, അവരെ കുറിച്ചൊക്കെ എന്താ പറയാലോ? പിന്നീട് അതായത് 2017 മുതൽ പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഇരട്ടച്ചങ്കൻ്റെ ആ ഒരു ബ്രേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ ടൈം തൊട്ട് പിന്നീട് വണ്ടി എടുക്കുമ്പോൾ ഈ 2 വണ്ടി വെച്ചായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഓരോ കൊല്ലം വണ്ടി ഈ 2 വണ്ടി വെച്ചായിരുന്നു എല്ലാ സീസണിലും. പഴയത് കൊടുക്കും, പുതിയത് ഇറക്കും. അങ്ങനെ 2 വണ്ടി വെച്ച് എടുത്തോണ്ടിരുന്നത്. അന്നേരം ആ 2018 എടുത്ത 2 വണ്ടിയാണ് ഡബിൾ ബാരൽസ്. 2019 എടുത്തതാണ് ഇത് ഇമ്മോർട്ടൽസ്. 2020 അത് ആവർത്തിക്കാൻ കൊറോണ സമ്മതിച്ചില്ല. 2 സീസണാണല്ലോ നമുക്ക് പോയത്. വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. എന്തായാലും അതൊക്കെ എത്രയും പെട്ടെന്ന് റെഡിയായി നമുക്ക് നമ്മുടെ പഴയ രീതിയിലോട്ട് ആവണം. ശരിക്കല്ല, ഞങ്ങളടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ നമ്മള് ഫാൻസുകാരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും ഫാൻസുകാരെന്ന് പറയുന്നില്ലേ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഈ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ പോലും ഞാൻ ഈ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണക്കാര് അവരാണ്. അത് അവരുടെ ഒരു ബാക്ക് ബോൺ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. മാത്രമല്ല ഇതിന്റെയൊക്കെ പിറകില് സത്യം പറയല്ല, ഞാൻ ഇതിന്റെയൊക്കെ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇതേണക്കുള്ള എൻ്റെ പേജും മറ്റ് ഫാൻസ് പിള്ളേരെ എല്ലാം ഗ്രൂപ്പെല്ലാം കൺട്രോൾ ചെയ്യുന്നത് വിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണുപ്രവടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അതും പുള്ളിയാണ് സെറ്റാക്കിയത്. അത്രയും സപ്പോർട്ടാണ് കേട്ടോ പുള്ളി. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനൊരു ടൈം കിട്ടാറില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മറ്റു ചില കാര്യങ്ങൾ എൻ്റെ മറ്റ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എൻഗേജ് ആയി പോകുമ്പോൾ ഇവരാണ് അന്ന് മുതലേ കൺട്രോൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പാസ്വേഡ് പോലും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സത്യം അന്നേരം ഈ കേരളത്തിലായാലും ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിലായാലും ഉള്ള എല്ലാ ആളുകളെയും മീൻസ് ആ ഒരൊറ്റ കുടക്കഴി കൊണ്ടുവരുന്നത് ഇവരുടെയൊക്കെ കഴിവാണ്. മീൻസ് ബാക്കി ഈ പറയുമ്പം എനിക്ക് ഇതിന്റെ പൈസ ചെലവാക്കലും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും ഒക്കെ എൻ്റെ ഒരു കടമയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അവരെല്ലാമാണ് നമ്മളെ ഒരു ലെവലിലാക്കിയത്. വിഷ്ണു എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷ്ണുവിന്റെ കൂടെ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്റെ നമ്മൾ നേരത്തെ കണ്ടു, പിന്നെ കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഒരു പേരെ എടുത്ത് പറഞ്ഞോളൂ എന്ന് വിചാരിച്ചാലും ഒരുപാട് പേരുണ്ട്. വിഷ്ണുവിനെ എടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേ കണക്ക് എൻ്റെ ജോലിക്കാരും ഇതേ കണക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോയാൽ തന്നെ അവരുടെ ഒരു ബിഹേവിങ് നല്ലതായിട്ട് പോയെങ്കിൽ മാത്രമേ അടുത്തൊരു ട്രിപ്പ് പോലും അവരുടെ ഒരു കോണ്ടാക്റ്റിൽ പോലും അടുത്ത ഒരു ട്രിപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അവരുടെ പബ്ലിസിറ്റിയിലാണ് കൂടുതൽ. അതെ അവരത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്ക് നിർബന്ധമുണ്ട്. കാര്യം ഞാനത് അവരുടെ അടുത്ത് ഫോളോ ചെയ്യും. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം, മറ്റെന്തൊക്കെയുണ്ട് പോയതിനകത്ത് എന്തൊക്കെയാണ്. പിന്നെ നേരത്തെ വേറെ കാര്യം നമ്മുടെ ഫൈസലൊക്കെ പറഞ്ഞു, മറ്റേ വണ്ടി സ്വന്തം വണ്ടി എടുത്ത് ട്രിപ്പ് പോകുമ്പോൾ അതിന്റെ പുറകിൽ പോകുന്ന പറഞ്ഞു കുറെ ദൂരം. ഈ കോളേജിലൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ പറയുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്രൈസ് ഇല്ലെങ്കിലും തുടങ്ങിയതിന് ശേഷം ആ ഒരു ക്രൈസാണ് ഞാൻ ഇവിടെ വരെ ആയത്. അന്നേരം ഇങ്ങനെ കുറെ പേരുടെ കഷ്ടപ്പാടുണ്ട്, അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത്ര നേരം ഞങ്ങൾ സഹകരിച്ചതിനും ഞങ്ങളുടെ കാര്യങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. വളരെ ദൂരം ഇവിടം വരെ വന്ന് ഈ വീഡിയോ എടുത്ത നിങ്ങൾക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ മച്ചന്മാരെ, ഇത്രയാണ് നമ്മുടെ മൂൺലൈറ്റിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തുക. സോ ദിസ് ഈസ് ടൈഗോൺസ് സൈനിങ് ഓഫ്.
ഓക്കെ.